ഇത് തുടങ്ങാം, നമുക്ക് മംഗളാചരണം തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാം ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण प्रभु नित्यानंद श्री अद्वैत गदाधर स्वामी गौरभक्त वृंद नमो विष्णुपादाय कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदांत स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് നമുക്ക് യഥാരൂപം ഭഗവത്ഗീത യഥാരൂപത്തിലെ 16-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ശ്ലോകം വായിക്കാം. ഞാൻ ശ്ലോകം വായിക്കുമ്പോൾ 3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങളും വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ശ്രീല പ്രഭുപാദ്. ദൗഭൂത സർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. ദൗഭൂത സർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. ദൗഭൂത സർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു.
പദാനുപദ പദാനുപദം അർത്ഥം പറയാം. പാർത്ത, ഹേ പാർത്ത, അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, ദൈവ, ദൈവികമെന്നും, ആസുര ഏവച, ആസുര സംബന്ധിയെന്നും, ദ്വൗ, രണ്ടു വിധത്തിൽ, ഭൂതസർഗൗ, ഭൂതസൃഷ്ടികൾ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ജീവികൾ, ദൈവ, ദൈവികമായ സൃഷ്ടിയെപ്പറ്റി, വിസ്തരശ, വിസ്തരിച്ച്, പ്രോക്തഃ, പറയപ്പെട്ടു, ആസുരം, ആസുര സൃഷ്ടിയെ, മേ, എന്നിൽ നിന്ന്, ശൃണു, നീ കേൾക്കുക. വിവർത്തനം വായിക്കാം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ പാർത്ത, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം, ദൈവികം എന്നീ രണ്ടു വിഭാഗങ്ങളിൽ ഒന്നിൽ പെടും. ഞാൻ ദൈവിക ഗുണങ്ങളെ പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ. ഇനി ആസുരങ്ങളായവയെ വിവരിക്കാം. ഭാവാർത്ഥ ആർക്കെങ്കിലും വായിക്കാം. ദൈവിക പ്രകൃതിയുള്ളവനാണ് അർജുനൻ എന്ന് എടുത്തു പറഞ്ഞ ശേഷം ആസുര പ്രകൃതി എന്തെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിക്കുന്നു. ഈ ലോകത്തിൽ ഭക്തരായ ജീവാത്മാക്കൾ രണ്ട് തരത്തിലുള്ളവരാണ്. വൈദിക പ്രകൃതിയോടെ ജനിച്ചവരും ആസുര പ്രകൃതിക്കാരും. ആദ്യത്തെ കൂട്ടം നീണ്ട ജീവിതം നയിക്കുന്നു. അതായത് പ്രാമാണികളുടെയും വേദഗ്രന്ഥങ്ങളുടെയും നിബന്ധനകളെ അനുസരിക്കുന്നു. ആധികാരിക ധർമ്മഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ ആയിരിക്കണം ഒരാളുടെ പ്രവൃത്തി. ഇതിനെ ദിവ്യമായ മനോഭാവം പറയാം. വേദോക്ത പ്രമാണങ്ങളായ ജീവിത നിയമങ്ങളെ മറികടന്നാൽ കന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ ആസുര സ്വഭാവികൾ. ശാസ്ത്രഭോക്തങ്ങളായ പ്രമാണങ്ങളെ അനുസരിക്കുന്നതിൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ദേവന്മാരും അസുരന്മാരും പ്രജാപതിയുടെ സന്താനങ്ങൾ തന്നെ എന്ന് വേദങ്ങൾ പറയുന്നു. ഒരു കൂട്ടർ വേദോക്ത ധർമ്മം അനുസരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 16-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ അതിന് മുമ്പത്തെ അധ്യായത്തില് 15-ാം അധ്യായത്തില് നമ്മൾ കണ്ട് ഭൗതിക ലോകത്തിലെ അശ്വത്ഥ വൃക്ഷത്തെ പറ്റി പറയുന്നു. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് ഈ ജീവാത്മാക്കളുടെ പുണ്യപാപ കർമ്മങ്ങളെ പറ്റി വൃക്ഷത്തിന്റെ വേരിനോടാണ് ഉപമിക്കുന്നത്. പക്ഷെ അവിടെ ഫലങ്ങളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഈ ചാപ്റ്ററിൽ 16-ാം അധ്യായത്തില് ഈ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേവി സമ്പത്തുള്ളവ, അത് നമ്മളെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കുന്നു.
അതേ ആസുരിക സമ്പത്തുള്ളവ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ബന്ധനത്തിലേക്ക് പെടുത്തുന്നതാണ്. അപ്പൊ ആദ്യം ഭഗവാൻ പറയുന്നുണ്ട് നല്ല ഫലങ്ങളെ കുറിച്ച്. 1 മുതൽ 3-ാമത്തെ ശ്ലോകം വരെയും ഭഗവാൻ പറയുന്നത് 26 പിന്നെ ദൈവിക ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അത് ആ ദൈവിക ഗുണങ്ങളെ പറ്റി കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സർവജയ മാതാജി നമുക്ക് പറഞ്ഞു അല്ല രാജേഷ് പ്രഭു നമുക്ക് 26 ദൈവിക ഗുണങ്ങളെ പറ്റി പറഞ്ഞു തന്നു. അതിനുശേഷം ഭഗവാൻ 1 മുതൽ ശേഷം 4 മുതൽ 8 വരെയുള്ളതില് ആസുരിക ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ 4-ാമത്തെ ശ്ലോകത്തിലാണ് നമുക്ക് പറഞ്ഞു തന്നത് ഒരു കരടിയെ വെച്ചിട്ട് സർവജയ മാതാജി നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെയാണ് ആസുരിക ഗുണങ്ങളുള്ള ഒരാളെ സമീപിക്കുന്നത്. കരടി കുട്ടികൾ ആരും അടുത്തു വരില്ല, അങ്ങനെയുള്ള ആസുരിക ഗുണങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. 5-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഭൂദേവി മാതാജി പറഞ്ഞു തന്നു അതായത് ഈ ആസുരിക ഗുണങ്ങൾ ഉള്ളപ്പോൾ അത് ഏത് വീതിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് 6-ാമത്തെ ശ്ലോകത്തിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഈ ദൈവിക ഗുണങ്ങളെ ഓരോരുത്തരുടെയും വർണ്ണ ആശ്രമത്തിനനുസരിച്ചിട്ടാണ് അത് നമുക്ക് വളർത്തിയെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് സ്വഭാവ ഗുണങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പം ബ്രാഹ്മണരെന്ന് പറയുമ്പോൾ പിന്നെ ലളിത സ്വഭാവം, സത്യസന്ധത എന്ന് വേണം. പിന്നെ ക്ഷത്രിയരാകുമ്പോൾ നമുക്ക് തേജസ്, അതുപോലെ ദുർബലരെ രക്ഷിക്കാനായിട്ടുള്ള ബലം, അതായത് ഒരു അക്രമം വന്നാൽ അവരത് സ്വീകരിക്കും, അക്രമം സ്വീകരിച്ച് തന്നെയായിരിക്കും അവര് മറ്റുള്ളവരെ രക്ഷിക്കുന്നത്. പിന്നെ വൈശ്യര് എന്ന് പറയുമ്പോൾ വിശുദ്ധി, ശൗചം. അപ്പൊ ശരീരത്തിനും മനസ്സിനും മാത്രം പോരാ, നമ്മുടെ പെരുമാറ്റത്തിലും ശുചിത്വം വേണം. കാരണം വ്യവസായം അവർ കൈകാര്യം ചെയ്യുന്ന കാരണം ഒരു ശുചിത്വം, ഒരു നല്ലൊരു പെരുമാറ്റം നമ്മുടെ എപ്പോഴും അതിനകത്ത് വേണം. പിന്നെ ശൂദ്രര്, അതായത് ഈ 3 വ്യവസ്ഥിതികൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ 3 ഉപരിവർഗത്തെ അവർ സേവനം ചെയ്യണം. അത് തിരിച്ചവര് ബഹുമാനിക്കപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് ശൂദ്രരുടേത്. അപ്പൊ ഈ ദൈവിക ഗുണങ്ങളായ 26 എണ്ണവും ആദ്യം പറഞ്ഞ 26 എണ്ണവും ആധ്യാത്മിക ഗുണങ്ങളാണ്. പിന്നെ ഈ 2 ഗുണങ്ങളെയും കേട്ട അർജുനന് ഒരു സംശയം വരികയാണ്. കാരണം ഞാൻ ഈ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പലവരെയും കൊല്ലേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് ഞാൻ കൊല്ലുമ്പോൾ ഞാനൊരു ആസുരിക ഗുണത്തിലേക്ക് പെട്ടുപോകുമോ എന്നുള്ളൊരു സംശയം അർജുനന് ഉണ്ടാവുകയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ് 5-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഓരോ ഗുണങ്ങളും ഏത് വിധിയിലേക്കാണ്, അതായത് നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, പാണ്ഡുപുത്ര നീ വിഷമിക്കേണ്ട, നീ ജനിച്ചപ്പോൾ തന്നെ ദൈവിക ഗുണങ്ങളായിട്ടാണ് നീ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് 2 തരം ജീവാത്മാക്കളുണ്ട്. ഇത്ര നേരം ഗുണങ്ങളെ പറ്റി പറഞ്ഞു, പക്ഷെ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 2 തരം ജീവാത്മാക്കൾ ഉണ്ടെന്ന് പറയുന്നു. അതില് ദൈവഗണത്തിൽപ്പെട്ടവയും ആസുരഗണത്തിൽപ്പെട്ടവയും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, സുതാര്യമായിട്ട് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ഈ ലോകത്ത് 2 തരം ആളുകളുണ്ട്. അത് ഒന്ന് ദൈവിക പ്രകൃതിയുള്ളവര്, അവര് ധർമ്മത്തെ പിന്തുടർന്ന് ഭഗവാൻ കൃഷ്ണനെ ശരണാഗതി ചെയ്തവരാണ്. പിന്നെ ആസുരിക പ്രകൃതിയുള്ളവർ എങ്ങനെയായിരിക്കും? ധർമ്മവ്യവസ്ഥകളെ അനുസരിക്കാത്തവരും ഭഗവാന്റെ ഉപദേശങ്ങൾ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരും ആണ് ഈ കൂട്ടര്. അപ്പൊ ഈ തരംതിരിക്കല് നമ്മുടെ ജന്മത്തിനനുസരിച്ചല്ല, പകരം നമ്മുടെ ഗുണങ്ങൾക്കും പ്രവൃത്തിക്കും അനുസരിച്ചാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതിനിപ്പോ നമ്മൾ വൈദിക നിയമങ്ങളെ നമ്മൾ ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഈ ദൈവിക സമ്പത്തുള്ളവരായിട്ട് തീരും. അതിന് നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, വൈദിക സാഹിത്യങ്ങൾ എന്നിവ പിന്തുടരണം. അങ്ങനെ നമ്മുടെ അവബോധത്തെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് കൃഷ്ണനിലേക്ക് എത്തിക്കണം. പിന്നെ വേദവിജ്ഞാനം എന്ന് പറയുന്നത് കുറ്റമറ്റതാണ്. കാരണം ഈ അത് നമ്മളെല്ലാ ഹിന്ദുക്കളും വേദങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ വിശ്വാസം, നമുക്ക് വേദങ്ങൾ കുറ്റമറ്റതാണെന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അതിനൊരു ഉദാഹരണം വെച്ചാല് വൈദിക ആജ്ഞപ്രകാരം മലം തൊടുന്നത് തൊട്ടുവിടാൻ പാടില്ലാത്തതാണ്. അതനുസരിച്ച് നമ്മൾ മലം തൊടുകയാണെങ്കിൽ നമ്മൾ കുളിച്ച് ശുദ്ധി വരുത്തണം. പക്ഷെ ഈ ചാണകം നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കുളിക്കുന്നില്ല. എന്താ വെച്ചാൽ അതൊരു വൈദിക സൂക്തങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരണ സാമഗ്രിയായിട്ടാണ്. അപ്പൊ ഇത് ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ വേദ ആജ്ഞ ആയതുകൊണ്ട് നാം അത് സ്വീകരിക്കുന്നു. അപ്രകാരം സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ചാണകത്തിന്
പിന്നെ ആന്റിസെപ്റ്റിക് ഇത് ഉണ്ടെന്നും കൂടി ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് വേദജ്ഞാനം എല്ലാ സംശയങ്ങൾക്കും ഉപരിയാണ്, മാത്രമല്ല അത് പൂർണ്ണവുമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത വിജ്ഞാനത്തിന്റെ സാര സർവസ്വമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്ന വാക്കുകളാണ് ഭഗവത്ഗീത. അപ്പൊ അതിനെയാണ് നമ്മൾ അപൗരുഷേയം എന്ന് വിളിക്കുന്നത്. അതായത് അപൗരുഷേയം എന്ന് പറഞ്ഞാല് ന്യൂനതകൾ ഇല്ലാത്തത്. നമുക്കറിയാം മനുഷ്യർക്ക് 4 വിധത്തിലെ ന്യൂനതകൾ ഉണ്ട്. എന്തൊക്കെയാണ്? തെറ്റ് പറ്റാനുള്ള സാധ്യത, പിന്നെ മായയിൽ പെട്ടുപോകാനുള്ള സാധ്യത, ചതിക്കാനുള്ള പ്രവണത, പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അപ്പൊ ഈ ന്യൂനതകൾ ഉള്ള ഒരാൾക്ക് സർവജ്ഞാനത്തിനെ പൂർണ്ണമായിട്ട് പ്രതിപാദിക്കാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള അപ്രകാരമുള്ള അപൂർണ ജീവസത്തകളല്ല ഈ വേദവിജ്ഞാനത്തെ പകർന്നു നൽകിയിട്ടുള്ളത്. പകരം ഉത്കൃഷ്ടമായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ആരംഭിച്ച് ആത്മീയ ആചാര്യനിലൂടെ തുടർന്നു വരുന്നതാണ് നമ്മുടെ വേദവിജ്ഞാനം. അപ്പൊ ആദ്യം അർജുനനെ യുദ്ധം ചെയ്യാൻ മടിയായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഉപദേശം കേട്ടതിന് ശേഷം അർജുനൻ പറയുവാണ് കരിഷേ വചനം തവ എന്ന് പറയാണ്. അപ്പൊ അതായത് അങ്ങ് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം എന്ന് അർജുനൻ പറയുവാണ്. അതാണ് അർജുനന്റെ വിശ്വാസം, വേദവിജ്ഞാനത്തിലുള്ള വിശ്വാസം. അതേ വിശ്വാസം നമ്മൾക്കും ഉണ്ടാവണം. കാരണം വേദസാഹിത്യം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ നാക്കിന്റെ രുചി അനുസരിച്ച് നമ്മൾ പല ഭക്ഷണങ്ങൾ മൃഗത്തിനെയൊക്കെ കൊന്ന് നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു പ്രകൃതി നിയമ ലംഘനത്തിന് നമ്മൾ ഉത്തരവാദിയാകും. പിന്നെ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തികളും 3 തരത്തിലുണ്ട്. നമുക്കറിയാം സത്വ ഗുണം, തമോ ഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഈ സത്വ രജോ തമോ ഗുണത്തിലുള്ള പ്രവർത്തികൾ 3 തരത്തിനും യോജിക്കുന്ന വിധം നമ്മുടെ ഭക്ഷണ ദ്രവ്യങ്ങളും 3 വിധമുണ്ട്. അപ്പൊ ഇതെല്ലാം സ്ഫുടമായിട്ട് ഭഗവത്ഗീതയിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ നിർദ്ദേശങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും സംശുദ്ധമാവുകയും അവസാനം നമുക്ക് ഭൗതിക ആകാശത്തിന് ഉപരിയുള്ള, അതായത് ഗോലോകധാമത്തിലേക്ക് എത്താനുള്ള ലക്ഷ്യം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ പറയുന്നത് 15:6 യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമമമ. അപ്പൊ അങ്ങനെ ദൈവിക സമ്പത്തുകൾ ഉള്ളവര് സ്വയം ബന്ധനത്തിൽ നിന്ന് മുക്തമാകുകയും ചെയ്യും. ആസുരിക ഗുണങ്ങൾ ഉള്ളവര് സ്വയം അധംപതിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ കുട്ടികളുടെ ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാലും TV നോക്കിയാലും എല്ലാവർക്കും നമുക്ക് കാണാവുന്നതാണ് കത്തിക്കുത്തും മയക്കുമരുന്നിന് അടിമപ്പെടുകയും ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം സ്കൂളിൽ നമുക്ക് അവർക്കൊന്നും ഈ ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ലഹരി മരുന്നിന് അടിമയാകുന്നതും ഒക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഭഗവത്ഗീതയുടെ ലഹരി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ മറ്റൊരു വലിയ ലഹരി ഇല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ സാഹചര്യത്തില്. അപ്പൊ എന്തായാലും നമ്മൾ അത് ശരിക്കും ഭഗവത്ഗീത നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള മായയിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ലഹരി മരുന്നിന് അടിമപ്പെട്ട് നമ്മൾ കാണുന്ന കത്തിക്കുത്തും അമ്മമാരെ കൊല്ലുക, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി എടുക്കാൻ സാധിക്കും. അപ്പൊ അമേരിക്കയിലൊക്കെ ഇതൊരു പാഠ്യവിഷയമാക്കിയിരിക്കുകയാണ്. അപ്പൊ കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിധത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ധർമ്മവ്യവസ്ഥകളെ പിന്തുടരുന്നവരാണ് ദൈവിക ഗുണമുള്ളവര്, അവര് കൃഷ്ണനെ ശരണാഗതി ചെയ്തവരാണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ദിവ്യ മനോഭാവം എന്ന് പ്രഭുപാദര് പർപ്പട്ടില് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കൃഷ്ണന്റെ ഉപദേശങ്ങൾ അനുസരിക്കാത്തവരാണ് ആസുരിക ഗുണമുള്ളവരെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ നമുക്ക് പ്രഭുപാദരുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. അതായത് ഡിവൈൻ വിയേഴ്സ് ഡെമോണിയാക് എന്ന് പറഞ്ഞു. അതായത് ബൊവേറിലുള്ളപ്പോ 1965 പ്രഭുപാദര് ആദ്യം ബൊവേറിൽ വന്ന് താമസിച്ച സമയത്ത് അവിടെ പ്രഭുപാദർ അവിടെ വന്നിറങ്ങിയപ്പോ തന്നെ പ്രഭുപാദർക്ക് മനസ്സിലായി ഇവിടുത്തെ സാഹചര്യം. അതായത് 2 ഗുണങ്ങളുണ്ട്, ദൈവിക ഗുണങ്ങളും ഉള്ളവരുണ്ട്, ആസുരിക ഗുണങ്ങളുണ്ടെന്ന് പ്രഭുപാദർക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായി. അപ്പൊ ആ സമയത്ത് അവിടെ താമസിക്കുന്ന ഈ ബൊവേറിയിൽ താമസിച്ചിരുന്നപ്പോ അവിടെയുള്ള ജനങ്ങൾ മിക്കവാറും ലഹരി മരുന്നിന് അടിമയാണ്, പിന്നെ അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്, പിന്നെയാണ് നിരീശ്വരവാദികളാണ്. ഇതൊക്കെ കണ്ടപ്പോ തന്നെ പ്രഭുപാദന് മനസ്സിലായി. അപ്പൊ ഒരു ദിവസം അവിടെ നിൽക്കുമ്പോ പ്രഭുപാദർ ടീച്ചിങ്ങിന് നിൽക്കുമ്പോ ഒരു യുവ കവി, അദ്ദേഹം ലഹരി മരുന്നിന് അടിമയായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് പ്രഭുപാദനെ ഒന്ന് അറ്റാക്ക് ചെയ്തു. പക്ഷെ പ്രഭുപാദൻ ആ സമയത്തൊന്നും തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലം പ്രീച്ചിങ്ങിനായിട്ട് തെരഞ്ഞെടുത്തു.
അപ്പൊ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ശ്ലോകത്തിനെ തന്നെ നമുക്ക് ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം എന്താണത്, ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും രണ്ട് വിഭാഗങ്ങളിൽ പെടും. അതായത് ഒന്ന് ദൈവിക ഗുണമുള്ളവരും മറ്റേത് ആസുരിക ഗുണം. അപ്പൊ പ്രഭാതൻ ഏത് ഗുണത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം. ആ യുവ കവി ഏത് പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പ്രഭുപാദർക്ക് ദൈവിക ഗുണങ്ങളായ സഹനശക്തി, ക്ഷമ, പിന്നെ കൃഷ്ണാവബോധം, ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ആ സംഭവത്തെ പ്രകോപനം കൂടാതെ നേരിടാനായിട്ട് പ്രഭുപാദർക്ക് കഴിഞ്ഞത്. മാത്രമല്ല അവിടുത്തെ ആളുകളെ പ്രഭുപാദര് കുറ്റപ്പെടുത്തിയുമില്ല, പിന്നെ മറിച്ച് അവരിലുള്ള കഴിവിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ സംഭവത്തെ നമ്മൾ കലിയുഗത്തിലെ യുദ്ധവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാം. അത് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കാണാം നമുക്ക്. അതായത് ഒരു ഒരു ഇത് നമ്മുടെ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലെ രണ്ട് തരം നായകളുണ്ട്. ഒരു നായയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാല്, ഒരു നായ വെറുതെ കിടക്കുമ്പോൾ അതങ്ങനെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്നായിരിക്കും അത് അക്രമാസക്തനാവുന്നത്. അപ്പൊ അതേ സ്വഭാവമാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഈ രണ്ട് നായകളും ഉണ്ട്. അപ്പൊ ഒരിക്കലും ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു, എനിക്ക് ചില സമയത്ത് ഭഗവാൻ കൃഷ്ണനോട് ഭയങ്കര പ്രേമം അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ വളരെ ശാന്തത ഒക്കെ തോന്നുന്നുണ്ട്. അടുത്ത നിമിഷം എനിക്ക് ചിലപ്പോൾ ദേഷ്യം, കോപം, പിന്നെ അസൂയ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സ്വഭാവം തമ്മിൽ ഒരുമിച്ചൊരു യുദ്ധമാണ് എൻ്റെ ഹൃദയത്തില്. അപ്പൊ ഞാൻ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പൊ ആ ഗുരു പറയും, ഏതിനെയാണോ നീ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത് ആ നായ ആയിരിക്കും വിജയിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തെ നമുക്ക് പ്രഭുപാദര ജീവിതം വെച്ച് ബന്ധപ്പെടുത്തി നോക്കാം. അതായത് പ്രഭുപാദർ എപ്പോഴും ദൈവികമായിട്ടുള്ള നായയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ്? അതാണ് ജപം ചെയ്യുക, പ്രചരണം ചെയ്യുക. മാത്രമല്ല മായയ്ക്ക് അടിമയാകാതെ പ്രഭുപാദർ എപ്പോഴും നോക്കുമായിരുന്നു. അപ്പൊ പ്രഭുപാദരുടെ ആദ്യകാല ശിഷ്യന്മാരെ ഭൂരിഭാഗവും ആസുര സ്വഭാവ ഗുണങ്ങളുള്ളവരായിരുന്നു. പക്ഷെ അവരിലെ ദൈവികമായിട്ടുള്ള നായയെ ഊട്ടി വളർത്തിയപ്പോൾ അവര് ശരിക്കും യഥാർത്ഥത്തിലുള്ള വൈഷ്ണവരായി തീർന്നു. അപ്പൊ പ്രഭുപാദരുടെ ഒരു പ്രഭാഷണത്തില് കേട്ടതാണ്. ലണ്ടനിൽ ഒരിക്കൽ പോയപ്പോ പ്രഭുപാദർ അവിടെയുള്ള ധാരാളം പള്ളികളൊക്കെ ഈ ആൾക്കാർ വരാണ്ടായപ്പോ പ്രഭുപാദര് ടെമ്പിൾ ആക്കാനായിട്ട് സ്വീകരിച്ചിരുന്നു. ആ സമയത്ത് ഒരു പ്രീസ്റ്റ് ഈ പ്രഭുപാദർ ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ടൊക്കെ വന്നപ്പോ പറഞ്ഞു, ഇവരൊന്നും പണ്ട് ഈ പള്ളിയിലൊന്നും വരാത്തവരാണ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദര് പറഞ്ഞ്, ഇപ്പൊ നോക്കൂ, അവര് ടെമ്പിളിൽ എല്ലാ ദിവസം രാവിലെ വരുന്നുണ്ട്, ചാൻഡിങ് ചെയ്യുന്നുണ്ട്, പ്രചരണം ചെയ്യുന്നുണ്ട്, പിന്നെ അവര് പിന്നെ പ്രീച്ചിങ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇവര് പിന്നെ കൃഷ്ണാബോധത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പണ്ടത്തെ അവിടുത്തെ പള്ളികളൊക്കെ ധാരാളം പ്രഭുപാദര് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ആളുകൾ ഇല്ലാണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രഭാതരി ഇവരെ പറ്റി പറയുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് പറയുന്നത്. അതായത് മൈ ബോയ്സ്, ദീസ് അമേരിക്കൻ ബോയ്സ്, അവര് വളരെ ബുദ്ധിയുള്ളവരാണ്. കാരണം എന്താണ്? ബുദ്ധിയുള്ളവരാണ് കൃഷ്ണാവബോധത്തിൽ വരുന്നത് എന്നാണ് പ്രഭുപാദർ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നല്ല നായയെ വളർത്തണം. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക? അത് സാധിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ജപം ചെയ്യണം. പിന്നെ പ്രഭുപാദരുടെ ബുക്കുകൾ വായിക്കുക, ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പങ്കെടുക്കുക, പിന്നെ ഭക്തിയുത സേവനം ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ഭൗതിക ശക്തിയിൽ നിന്നും നമ്മുടെ ആത്മീയ ശക്തിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ദൈവിക ഗുണങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേസമയം ആസുരിക ഗുണങ്ങൾ ഉണ്ടാക്കാനായിട്ട് അധികം താമസമൊന്നുമില്ല. കാരണം ഇങ്ങനെ ഭൗതിക ശക്തിയെ നമ്മുടെ ചിന്തകളെ പൂരിതമാക്കുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ഭൗതിക ശക്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ആസുരിക ഗുണത്തിൽ എത്തിച്ചേരും. അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ചാല്, വർത്തമാന പത്രങ്ങൾ വായിച്ചാൽ മതി, ആനുകാലിക പ്രസിദ്ധീകരണങ്ങള്, പിന്നെ നോവലുകള്, പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആസുരിക ഗുണത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വായന ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും വേദസാഹിത്യത്തിലേക്ക് തിരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനെ വേദപാരായണത്തിൽ വ്യാപൃതമാക്കണം. അങ്ങനെ നമുക്ക് മരണസമയത്ത് ഈ എപ്പോഴും വേദങ്ങളെ വായിക്കുക, ഭഗവാനെ പറ്റി വായിക്കുക, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മരണസമയത്ത് നമുക്ക് പരമപുരുഷനെ സ്മരിക്കാൻ സാധ്യമാകും. അതിന് ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഒരേ ഒരു വഴി ഇതാണ്. എന്താണത്? അതിന്റെ ഫലവും ഭഗവാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീത 8-ാം അധ്യായത്തില് 7-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്, തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുജ്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ
സംശയ. അതായത് ആകയാൽ അർജുന, നീ എപ്പോഴും കൃഷ്ണൻ എന്ന എന്റെ രൂപത്തില് എന്നെ സ്മരിക്കുകയും സ്വധർമ്മമായ യുദ്ധം ചെയ്യുകയും വേണം. നിന്റെ പ്രവൃത്തികൾ എന്നിൽ അർപ്പിതമാവുകയും നിന്റെ മനസ്സ് ബുദ്ധി എന്നിൽ സ്ഥിരമാവുകയും ചെയ്താൽ സംശയം വേണ്ട, നീ എന്നെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ജോലിയിൽ വ്യാപൃതരാകുമ്പോഴും നമുക്ക് കൃഷ്ണനെ സ്മരിക്കാം. പിന്നെ നമ്മൾ ജീവസന്ധാനത്തിന് വേണ്ടി പാടുപെടുന്ന സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഭഗവാനെ ഓർക്കും. പിന്നെ അങ്ങനെ ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഭഗവാനെ വിചാരിക്കണം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ മരണസമയത്ത് സ്മരിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കും എന്നതിൽ സംശയമില്ല എന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നതാണ്. അത് ഏതിനാന്ന്? എട്ടാമത്തെ അധ്യായത്തില് 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, അന്ത്യകാലേച്ച മാമേവ സ്മരൻ മുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അപ്പൊ നമുക്കറിയാം ഭഗവാൻ ഇത്രയും പറഞ്ഞ് നമുക്ക് ഉറപ്പ് തരികയാണ്. നിങ്ങൾ അന്ത്യകാലത്ത് ഇപ്പോഴേ നിങ്ങൾ എന്നെ സ്മരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അന്ത്യകാലത്ത് ഞാൻ നിങ്ങൾ എന്താണോ സ്മരിക്കുന്ന ആ ഭാവത്തിൽ എത്താൻ കഴിയും. മാത്രമല്ല നിങ്ങളെ ഞാൻ സ്മരിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാന്ന് ഭഗവാൻ പറയുന്നു. ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? കീർത്തനീയ സദാഹരി എന്ന് പറയുന്നത്. വീണ്ടും ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ജാരേ ദേഖോ താരേക്കോഹോ കൃഷ്ണ ഉപദേശം. അപ്പൊ ഇതെല്ലാം നമ്മളെ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ സ്മരണയിൽ നമ്മൾ എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ 10-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാമുപയാന്തിതേ. അതായത് പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും എന്ന് പറയുന്നു. അപ്പൊ ഇതിനോടൊരു നമുക്കൊരു സംഭവ കഥ നമുക്ക് ചേർത്ത് വായിക്കാം. അതായത് നമുക്കറിയാം ഇന്നത്തെ ലോകത്തില് ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തരുള്ളത് റഷ്യയിലാണ്. അപ്പൊ ആ സമയത്ത് റഷ്യയിൽ ഇങ്ങനെ ഇത്രയും ഭക്തന്മാരുണ്ടായത് നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഭക്തന്മാര് റഷ്യയിലാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ആ രാജ്യത്ത് ഇത്രയും ഭക്തന്മാർ ഉണ്ടാവുക എന്ന് വെച്ചാല് ആദ്യകാലത്ത് അവർ ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ സോൾട്ടഡ് ബ്രെഡ് എന്ന് പറഞ്ഞൊരു ബുക്കില് വായിച്ചതാണ്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ബുക്കില് 2 പ്രഭുക്കന്മാരുടെ കഥയാണ്. അതായത് അവര് ആദ്യകാലത്ത് എങ്ങനെയാണ് അവർക്ക് ബുക്ക് പ്രചരണം ചെയ്യാൻ പറ്റൂല, ഭക്തി ചെയ്യാൻ പറ്റൂല. കാരണം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ആയതുകൊണ്ട് ഇതെല്ലാം പാത്തും പതുങ്ങിയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ കുറച്ച് ബുക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവരെ പിടിച്ചുകൊണ്ട് ജയിലിലിടും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു രണ്ട് ഈ പ്രഭുക്കന്മാരുടെ അവരുടെ ഫ്രണ്ട്സും ഒക്കെ ധാരാളം വന്ന് ഇങ്ങനെ ജയിലിലൊക്കെ ഇടാറുണ്ടായിരുന്നു. അങ്ങനെ അവര് 2 വർഷത്തോളം ജയിലിലായിരുന്നു. അപ്പൊ ഒരു സമയത്ത് ഈ പ്രഭുവിനെ ഒരു സച്ചിസുധ ആൻഡ് സർവഭാവനദാസ് എന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഈ സച്ചിസുധ എന്ന് പറഞ്ഞ പ്രഭുവിന് 23 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഭയങ്കര ജയിലിലൊക്കെ ഇട്ട് അടിക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ജപം ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ജപം ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചെയ്യാം. അവിടെ അവർ ഈ ജയിലിലായ സമയത്ത് അവർക്ക് മാലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാല് അവർക്ക് കിട്ടുന്ന ബ്രെഡ്, മറ്റു നോൺ കഴിക്കാൻ പാടില്ലാത്ത കാരണം ബ്രെഡ് കിട്ടുന്നത് എടുത്തിട്ട് അവര് പതുക്കെ ഉരുട്ടി അത് ചെറിയ ബോളാക്കിയിട്ട് പിന്നെ അതിന് ചെറിയൊരു തുളയിട്ടതിന് ശേഷം അവരുടെ ഈ പുതയ്ക്കാൻ കൊടുക്കുന്ന ഇത് കമ്പിളിയിൽ നിന്ന് നൂല് വലിച്ചു ഊരി അത് ഈ ഇതിലെ ബ്രെഡിന്റെ ഇതിന്റെ ഉള്ളിൽ കൂടി കയറ്റി അങ്ങനെ മാലയാക്കിയിട്ടാണ് അവര് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇത്രയും സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കളയുമ്പോഴും നമ്മൾ അവരെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് അവർ കടന്നുപോയത്. അങ്ങനെ അദ്ദേഹം ഇടികൊണ്ടും പിന്നെ ധാരാളം മർദ്ദനമുറകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം കംപ്ലീറ്റ് ഇല്ലാണ്ടായി. അസുഖം വന്നാലൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല. അങ്ങനെയൊക്കെ ആയ സമയത്തും ഇദ്ദേഹം ജപം വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഏത് സമയത്ത് അദ്ദേഹം ജപിക്കുമായിരുന്നു. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവസാന സമയം ആകാറായി. അതാണ് ഭഗവാൻ പറയുന്നത്, അവസാന സമയത്ത് ഞാൻ അതിനുള്ള ബുദ്ധി തരും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹതടവുകാരനോട് പറയാണ്, നീ എനിക്കൊന്ന് എന്റെ മുടി ഒന്ന് ഇത് വടിച്ചു തരണം.
എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൂടെയുള്ള ആള് തടവുകാരൻ അദ്ദേഹത്തിന്റെ മുടിയെല്ലാം വടിച്ചു കൊടുത്ത് കുടുംബം മാത്രം വെച്ച് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി കുളിച്ച് വന്നിട്ട് അദ്ദേഹം വേഗം പിന്നെ ഇത് ഉടുക്കാനായിട്ട് ചാദർ ഉടുക്കാനായിട്ടൊന്നും ഇല്ല. അപ്പൊ ഈ കമ്പിളി എടുത്ത് ചാദർ പോലെ കൊടുത്ത് അതിനുശേഷം തിലകം ചാർത്താൻ ചന്ദനമൊന്നും ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തിലകം പോലെ വരച്ചു. എന്നിട്ട് പതുക്കെ ഇരുന്ന് ആ ചമ്രം പടഞ്ഞിരുന്ന് ജപം ചെയ്യുവാണ്. അപ്പൊ കുറെ നേരം ഇദ്ദേഹം ജപം ചെയ്തു വന്നിട്ട് കൂടെയുള്ള തടവുകാരൻ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ എണീക്കുന്നേ ഇല്ല. അപ്പൊ ഇദ്ദേഹം ഇത്ര നേരമായിട്ട് എന്താ ചെയ്തതെന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന് അടുത്ത് പോയി പതുക്കെ വിളിച്ചപ്പോഴാണ് ഇദ്ദേഹം അവിടെ ഇരുന്ന് സമാധിയായി. അപ്പൊ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ബുദ്ധി ആരാണ് നമുക്ക് തരുന്നത്? ഭഗവാനാണ് ആ സമയത്ത്. അപ്പൊ ഇത്രയും ജപം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ബുദ്ധിയും ഭഗവാൻ തന്നെ തരുന്നുള്ളത് പ്രത്യക്ഷ ഉദാഹരണമായത്. എല്ലാവരും പറ്റുമെങ്കിൽ സോൾട്ടഡ് ബ്രെഡ് വാങ്ങിച്ച് വായിക്കണം. കാരണം ആ ബുക്ക് വായിക്കുമ്പോഴാണ് ഒന്നുമല്ല. കാരണം ഈ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നമുക്ക് ബുക്ക് വായിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പ്രചരണം ചെയ്യാം, എന്തെല്ലാം ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജപം ചെയ്യാം. പക്ഷെ ഈ റഷ്യൻ ഡിവോട്ടികൾ കുറേ കഷ്ടപ്പാട് സഹിച്ചതിന് ശേഷമാണ് ഇന്ന് ഇത്രയും വലിയ നിലയിൽ അവര് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ളത് റഷ്യയിലാണ്. അപ്പൊ ഈ സംഭവത്തെ പറ്റി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇസ്കോൺ ഗുരുവര്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജയപതാക മഹാരാജിന് എങ്ങനെയാണ് ഈ പിന്നെ ദൈവിക ഗുണങ്ങൾ ഏത് രീതിയിലാണ്. കാരണം എപ്പോഴും നമുക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ഏറ്റവും നല്ല 2 ഗുണങ്ങളാണ് ജയപതാക മഹാരാജിൽ കാണാൻ പറ്റുന്നത്: ഗുരുനിഷ്ഠയും ഗുരുഭക്തി. അപ്പൊ പ്രഭുപാദര് പറഞ്ഞനുസരിച്ച് തന്നെയാണ് ജയപതാക മഹാരാജ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒരു ഭക്തി സാധനയിലൊന്നും മഹാരാജ് കുറവ് കാണിച്ചിട്ടില്ല. പ്രഭുപാദര് പറഞ്ഞിരുന്ന 50,000 ഡിവോട്ടീസിന് മേലെ ശിഷ്യന്മാരെ ഉണ്ടാക്കണമെന്ന്. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഗുരു സാധു ശാസ്ത്രം അനുസരിച്ചിട്ടാണ് ജയപതാക മഹാരാജ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രഭുപാദര് പറഞ്ഞത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ജയപതാക മഹാരാജിനെ പറ്റി പറഞ്ഞത്, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷദന്മാരിൽ ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും വാക്കുകൾ ഒരു സ്പിരിച്വൽ മാസ്റ്ററിന്റെ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ദൈവിക ഗുണങ്ങള് മഹാരാജിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ബംഗ്ലാദേശിലെ പ്രീച്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞ് മഹാരാജ് അത് ഏറ്റെടുത്തു. പിന്നെ കൽക്കട്ടയിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രീച്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞ് അതും മഹാരാജ് ചെയ്തു. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? അതെല്ലാം നമുക്ക് നടത്തി തരാൻ പറ്റുന്നത് സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം സാധിക്കുള്ളൂ. പിന്നെ നമ്മുടെ രാധാനാഥ മഹാരാജിനെ പറ്റി പറയുകയാണെങ്കിൽ, രാധാനാഥ മഹാരാജ് ഈ പന്താവിലേക്ക് വന്നത് എങ്ങനെയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയമായിട്ടുള്ള ആ ഒരു ചിന്ത, അതായത് ഭഗവാൻ ആരാണ്, എനിക്കത് അറിയണം എന്നുള്ള ആ ചിന്തയിൽ കൂടി വന്നപ്പോഴാണ് മഹാരാജ് ഇത്രയും യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പൊ മാത്രമല്ല, മഹാരാജിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് ഹ്യൂമിലിറ്റിയും ഒന്ന് കമ്പാഷനാണ്. ഈ 2 ഗുണങ്ങൾ മഹാരാജിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതാണ് മനസ്സിലാദ്യം ഓടിയെത്തുന്നത്. അപ്പൊ ഈശ്വരനെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് മഹാരാജ് ഈ പന്താവിലേക്ക് വന്നത്. മാത്രമല്ല, ചെറിയ പ്രായത്തിൽ തന്നെ മഹാരാജ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. നമ്മുടെ കൾച്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറാണ് അമേരിക്കയിലൊക്കെ. പക്ഷെ അവിടെ നമ്മൾ ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം താഴെ ഇരുന്ന് കഴിക്കും. പക്ഷെ അമേരിക്കയിലുള്ളവര് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഗുണം മഹാരാജിലെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇന്ദ്രദ്യുമ്ന മഹാരാജ് ചെറിയ പ്രായത്തിൽ തന്നെ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഈ ഗുരുവര്യന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് അവരിൽ നിന്ന് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള അവരുടെ പ്രഭാഷണങ്ങൾ കൂടി കേട്ട് നമ്മൾ അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ നമുക്ക് ഈ ദൈവിക ഗുണങ്ങളും ആസുരിക ഗുണങ്ങളും ഓരോ യുഗത്തിലും എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സത്യയുഗത്തിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും വലിയ ഒരു വിഭാഗം ദൈവിക ഗുണങ്ങളുള്ളവരായിരിക്കും. അതായത് സത്യസന്ധത, സമാധാനപ്രിയര്, ഭക്തരായിരിക്കും. പിന്നെ ത്രേതായുഗത്തിൽ എന്ന് പറയുമ്പോൾ അത് 2 രാജ്യങ്ങളായിട്ടായിരിക്കും. അതായത് അയോധ്യ, ശ്രീലങ്ക. അയോധ്യയിൽ ആരായിരുന്നു? ശ്രീരാമൻ. ലങ്കയില് രാവണൻ. അതേപോലെ ദ്വാപര യുഗത്തിലാവുമ്പോൾ അത് ഓരോ കുടുംബത്തിലാവും. അതായത് പാണ്ഡവന്മാരും കൗരവന്മാരും.
പിന്നെ കലിയുഗത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ഒരാളുടെ ഹൃദയത്തിൽ തന്നെ ഈ 2 ഗുണങ്ങളുണ്ട്. അതായത് ഒരു നിമിഷം നമ്മൾ ഹരേ കൃഷ്ണ ജപിക്കുക, അടുത്ത നിമിഷത്തിൽ നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ കോപം അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് സ്പിരിച്വൽ ഡിസിപ്ലിൻ ആവശ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ കൃഷ്ണാബോധം ഇല്ലാതാവുമ്പോഴാണ് ഈ ആസുരിക ഗുണങ്ങൾ താനെ തല പൊക്കുന്നത്. നമുക്കപ്പോ ഒരു മഹാഭാരത യുദ്ധത്തിലെ ആസുരിക ഗുണത്തിന് ഏറ്റവും ദൃഷ്ടാന്തമായിട്ടുള്ള പിന്നെ ദുര്യോധനനെ വെച്ച് നമുക്കിത് നോക്കാം. അതായത് ദുര്യോധനൻ, നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് ദുര്യോധനൻ ദ്രൗപദീനെ വേശ്യ എന്ന് വിളിക്കുകയും തൊടയിൽ വന്നിരിക്കാനായിട്ട് അപഹസിക്കുകയും ചെയ്തു. ആ സമയത്ത് പിന്നെ ഭീമൻ പറയുവാണ്, നിന്റെ അന്ത്യം ഈ തൊട വെച്ച് കീറിയിട്ട് തന്നെ ആയിരിക്കും ഞാൻ നടത്തുക എന്ന് ഭീമൻ പറയുന്നുണ്ട്. അപ്പൊ മഹാഭാരത യുദ്ധത്തിന്റെ 18-ാം ദിവസം ആ സമയത്ത് 18-ാം ദിവസമാണ്. ആ സമയത്ത് യുദ്ധത്തില് മൃതപ്രായനായിട്ട് കിടക്കുവാണ് ആര്? ദുര്യോധനൻ. ഈ സമയത്ത് കൃഷ്ണൻ അടുത്തുകൂടി വന്നപ്പോ കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ ദുര്യോധനൻ ശകാരിക്കുകയാണ് കൃഷ്ണനെ. കൃഷ്ണ, നീ കാരണമാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം, ഈ യുദ്ധമെല്ലാം വന്നതെന്ന്. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് പറയും, ദുര്യോധന, നീ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. കാരണം നിന്റെ ഒരു ആസുരിക ഗുണം, ഏറ്റവും നമുക്ക് വേണ്ടാത്തൊരു ആസുരിക ഗുണം എന്താ? എല്ലാ ആസുരിക ഗുണം നമുക്ക് വേണ്ട, പക്ഷെ ഏറ്റവും ചീത്തയായിട്ടുള്ള ഒരു ആസുരിക ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാനുള്ള മനസ്സ് ഉണ്ടാവില്ല. അതായത് സ്വന്തം അഭിപ്രായത്തിന് മാത്രം മുൻഗണന നൽകും. അത് ഏറ്റവും ഒരു ചീത്ത സ്വഭാവമാണ്. മറ്റുള്ളവർ പറയുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് അവർ പറയുന്നതെന്ന് നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാവണം. അപ്പൊ ഈ ദുര്യോധനന് അതുണ്ടായിരുന്നില്ല. അപ്പം കൃഷ്ണൻ പറയാണ്, യുദ്ധത്തിന് മുന്നേ നിന്നോട് എത്ര പ്രാവശ്യം ഭീഷ്മര് അല്ലെങ്കിൽ ദ്രോണാചാര്യര് അല്ലെങ്കിൽ വിതുരര് അല്ലെങ്കിൽ ഈവൻ നാരദ മഹർഷി പോലും വന്നിട്ട് നിന്നെ ഉപദേശിച്ച് നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നീ അവരുടെ ഈ മഹാത്മാക്കളുടെ ആരുടെയും വാക്കുകൾ നീ സ്വീകരിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് നിനക്ക് ഇന്നത്തെ ഈ ഇങ്ങനൊരു ഒരു ചീത്ത സമയം ആയിട്ട് നിന്റെ ഈ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടയായതെന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ആസുരിക ഗുണങ്ങളിൽ നിന്നും മുക്തമാകാനായിട്ട് നമ്മൾ കൃഷ്ണാബോധത്തിൽ എത്തിയിട്ട് 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ അനുസരിക്കണം. പിന്നെ പ്രഭുപാദരുടെ ബുക്ക് വായിക്കണം, പിന്നെ ജപം ചെയ്യണം, പിന്നെ വൈഷ്ണവരുമായിട്ടുള്ള സംഘം ഭക്തിയുത സേവനം ചെയ്യണം. അപ്പൊ ഇതെല്ലാം നമ്മുടെ അവബോധത്തെ പതുക്കെ പതുക്കെ ഉയർത്തും. അപ്പൊ പ്രഭുപാദരുടെ ഭഗവത്ഗീത യഥാരൂപം തന്നെ വായിക്കണം, ഭാഗവതം വായിക്കണം. പിന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദങ്ങളിലൂടെയാണ് എന്നെ അറിയുന്നത്. അതാണ് 15:15 പറയുന്നത്, സർവസ്വശാഹം ഹൃദിസന്നിവിഷ്ടോ എന്നുള്ള ശ്ലോകം. മത്തസ്മൃതി ജ്ഞാനപമോഹനം ച വേദേശ്ച സർവേ അഹമേവ വേദ്യേ വേദാന്തകൃത് വേദവിദേഹ ചാഹം. അപ്പൊ വേദങ്ങളിൽ ശരിക്കും കലർപ്പില്ലാത്തതാണ്. വേദങ്ങൾ വന്നത് തന്നെ ഭഗവാനിൽ നിന്നാണ്. അപ്പൊ കലർപ്പില്ലാത്ത ഒരു സോഴ്സിൽ നിന്നും വന്നതുകൊണ്ട് കലർപ്പില്ലാത്ത നിയമാവലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ സ്വഭാവത്തിലും കലർപ്പുണ്ടാവില്ല. അപ്പൊ പ്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ദൈവിക ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ശുദ്ധമായ ചിന്തകളെ, ശുദ്ധമായ പ്രവൃത്തികളെ ഊട്ടി വളർത്തുന്ന വേദധർമ്മങ്ങളെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് ആസുരികമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മനസ്സിൽ പല പല ജന്മങ്ങളിലെ അഴുക്കുകൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വൈഷ്ണവ സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവീ ഗുണങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പൊ ഒരു ശില്പിയുടെ കഥ രാജേഷ് പ്രഭു പറഞ്ഞു തന്ന്. കാരണം ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ലാത്ത ആസുരിക ഗുണങ്ങളെ പോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ചെത്തി മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ശില്പം കിട്ടും. അതേപോലെ തന്നെ ആയിരിക്കണം. അപ്പൊ അതിന് ശുദ്ധ ഭക്തരുടെ സത്സംഗം, അതായത് പ്രഭുപാദര് പറഞ്ഞത് ഫോളോ ചെയ്യുന്നവരായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, അവർക്ക് സേവനം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധജ്ഞാനം ലഭിക്കും. അപ്പൊ സത്വഗുണത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് ഭഗവാൻ 14-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ജപത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്കറിയാം തമാൽ കൃഷ്ണ ഗോസ്വാമി പറയുന്നത്, ജപത്തിനെ പറ്റി പറയുന്നത്, ഗുഡ് ചാൻഡിങ് ലീഡ്സ് ടു ഗുഡ് പ്രീച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചാൻഡിങ് എങ്ങനെയാണോ അത് നമ്മുടെ പ്രചരണത്തിന് ഏറ്റവും വലിയ ശക്തി പകരും. അപ്പൊ ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള പ്രഭുപാദർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു തമാൽ കൃഷ്ണ ഗോസ്വാമി. അപ്പൊ തമാൽ കൃഷ്ണ ഗോസ്വാമി പറയാറുണ്ട്, എനിക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നതിന്റെ ഒപ്പം തന്നെ
ഞാൻ ഈ ജപത്തിനും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ജപം കൊണ്ടുപോകുന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ. കാരണം പ്രഭുപാദിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി. പ്രഭുപാദിന്റെ വൃന്ദാവനത്തിൽ വെച്ച് അവസാന സമയമൊക്കെ ആയപ്പോ പ്രഭുപാദിന് ഇങ്ങനെ വളരെ സംസാരിക്കാൻ പോലും പറ്റാത്ത സമയത്ത് പറയുന്നത് തമാൽ പ്ലീസ് എംപവർ മീ എന്ന് പറയും. അപ്പൊ തന്നെ തമാൽ കൃഷ്ണ ഗോസ്വാമി പ്രഭുപാദരുടെ ഓരോ ടെമ്പിൾ ചെയ്ത കാര്യവും, പ്രഭുപാദ അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തില്ലേ, അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇത്രയും ബുക്കുകൾ വിറ്റിട്ടുണ്ട്, അങ്ങനെ എംപവർ ചെയ്ത് പ്രഭുപാദരപ്പം വളരെ സന്തോഷിക്കും. അപ്പൊ പറയും തമാൽ, താങ്ക് യു തമാൽ. അപ്പൊ അത്രയും ഈ ശിഷ്യന്മാര് ശരിക്കും ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുമ്പോഴാണ് അവർക്ക് ശരിക്കും അതിന്റെ ഒരു ശക്തി, സ്പിരിച്വൽ മാസ്റ്ററിന്റെ ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിനെ പിന്നെ പറയുന്നത് അതുപോലെ തന്നെ സ്വീകരിക്കണം. പിന്നെ അതേപോലെ തമാൽ കൃഷ്ണ ഗോസ്വാമിയുടെ പ്രീച്ചിങ്ങിന്റെ ശക്തി അത്രമാത്രം ഉണ്ടെന്ന് പറയാൻ കാര്യം, തമാൽ കൃഷ്ണ ഗോസ്വാമി ചൈനയിൽ പോയിട്ട്, നമുക്കറിയാം ചൈനയിലൊന്നും നമ്മുടെ ഇവിടെ കേരളത്തിൽ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം അല്ലെങ്കിൽ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. എന്നാൽ പോലും ഒരു വ്യക്തിയെ നമുക്ക് കൃഷ്ണ കോൺഷ്യസിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചൈനയിൽ പോയിട്ട് തമാൽ കൃഷ്ണ ഗോസ്വാമി 30 ബ്രഹ്മചാരികളെ, അതായത് തമാൽ കൃഷ്ണ ഗോസ്വാമി അവസാന യാത്ര മായാപൂരിൽ വന്നു പോകുന്ന സമയത്ത് തമാൽ കൃഷ്ണ ഗോസ്വാമി 30 ബ്രഹ്മചാരികളെ പ്രഭുപാദരുടെ പുഷ്പസമാധിയിൽ കൊണ്ടുവന്ന് ഓഫർ ചെയ്തിട്ട് പിന്നെ പോയ വഴിക്കാണ് മഹാരാജ് ദേഹം വിട്ടുപോകുന്നത്. അപ്പൊ എത്രമാത്രം പ്രീച്ചിങ്ങിന്റെ ശക്തി നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്ന് പറയുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. എപ്പോഴും പ്രഭുപാദർ പറയുന്നത് എന്റെ ബുക്കുകൾ കൊടുത്താൽ മതി എന്ന്. തമാൽ കൃഷ്ണ ഗോസ്വാമി പറയുന്നുണ്ട് പ്രഭുപാദരുടെ ബുക്ക് നമ്മളൊന്ന് തൊട്ടാൽ മതി, ബാക്കി കാര്യം പ്രഭുപാദർ ഏറ്റെടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം എങ്ങനെയാണെന്ന് വെച്ചാല് രാധാനാഥ് മഹാരാജ് പറഞ്ഞതാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പൊ രാധാനാഥ് മഹാരാജ് പറയുന്നത്, നമ്മൾ ഒരാൾക്ക് ബുക്ക് കൊടുക്കുമ്പോൾ അയാൾ വായിക്കോ അല്ലെങ്കിൽ വായിക്കില്ല എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ബുക്ക് കൊടുക്കുക, അത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കൊള്ളും. അത് വായിക്കാൻ യോഗം ഉള്ള ആള് അത് വായിച്ചോളും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി. തമാൽ കൃഷ്ണ ഗോസ്വാമി ഒരു വലിയൊരു പൈസയുള്ള വീട്ടിലാണ് ജനിച്ചത്, നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലാണ് ജനിച്ചത്. അപ്പൊ അങ്ങനെ അവസാനം നല്ല പ്രായത്തിൽ തന്നെ തമാൽ കൃഷ്ണ ഗോസ്വാമി ഈ വീട് വിട്ടു പോവുകയാണ്. വീട് വിട്ടു പോയിട്ട് അന്ന് ഹിപ്പീസ് ആണല്ലോ അമേരിക്കയിലൊക്കെ. അപ്പൊ ആ ഹിപ്പികളുടെ കൂട്ടത്തിൽ ചേരുകയാണ്. അങ്ങനെ ചേർന്ന് ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോ കയ്യില് പൈസയൊന്നുമില്ല, വീട് വിട്ട് കാരണം കയ്യില് പൈസയൊന്നുമില്ല. അങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് വിശന്നു കഴിഞ്ഞപ്പോ നോക്കുമ്പോ അവിടെ അമേരിക്കയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഈ ഫ്രൂട്ട്സ് ഒക്കെ ചെറിയ ഒരു എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഡോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഇത് കാണുവാണെങ്കിൽ അവരത് അപ്പം തന്നെ മാറ്റും. നമ്മൾ ഇന്ത്യയിൽ പോലെയല്ല, നമ്മളത് ചെത്തി മാറ്റി നമ്മൾ കഴിക്കും. അവിടെ അങ്ങനെയല്ല, അവരത് ഒരു വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ഉണ്ട്, അതിനകത്ത് ഇടും. അങ്ങനെയുള്ളതൊക്കെ നല്ലത് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അപ്പൊ തമാൽ കൃഷ്ണ ഗോസ്വാമിക്ക് നടന്നു പോകുമ്പോ പെട്ടെന്ന് വിശന്ന് കയ്യിൽ പൈസ ഇല്ല. അപ്പൊ നോക്കുമ്പോഴുണ്ട് ഒരു കുമ്മട്ടിങ്ങ ഈ ഇതിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ മുകളിൽ ഇരിക്കണ കണ്ടു. അപ്പൊ മഹാരാജ് വേഗം പതുക്കെ പോയിട്ട് അത് എടുക്കാം എന്നോർത്ത് ഇങ്ങനെ എടുക്കാൻ കൈ വെച്ചപ്പോഴത്തേക്കും അത് താഴേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും കൈ ഇട്ടപ്പോഴത്തേക്കും അത് പിന്നെയും താഴേക്ക് പോയി. പിന്നെ കൈ ഇട്ടിട്ടപ്പോഴത്തേക്കും കയ്യിൽ കിട്ടിയത് നമ്മുടെ പ്രഭുപാദന്റെ യഥാരൂപം ഭഗവത്ഗീത. അപ്പൊ വേഗം ഈ ബുക്ക് എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് പറയുന്ന നല്ലൊരു ജീവിതം നമ്മൾ നയിക്കണമെന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്താണെന്ന് പോലും അവർക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ അവര് വായിക്കുന്ന ഹരകൃഷ്ണ ഹരകൃഷ്ണ അങ്ങനെയാണ് അവർ വായിക്കുന്നത്. നമ്മൾ ഹരേ കൃഷ്ണ എന്നുള്ളതല്ല, ഹരകൃഷ്ണ ഹരകൃഷ്ണ. അത് ഹെയർ എന്നാണ് വരുന്നത്. ഹെയർ എന്ന് പറഞ്ഞാല് അമേരിക്കയില് ഒരു മൊയലിന്റെ അർത്ഥമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വായിച്ചിട്ടും മഹാരാജ് കുറെ ദിവസം അത് റിപ്പീറ്റ് ചെയ്തപ്പോ മഹാരാജിന് ഈ മന്ത്രത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് സ്വയം തോന്നുകയാണ്. അങ്ങനെ കുറെ ദിവസം വായിച്ചു കഴിഞ്ഞപ്പോ ഇതൊരു സുഖം പകരുന്നുണ്ട്. പിന്നെ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ എവിടെ കിട്ടും, ഇതെവിടെയാണ് ഇതിന്റെ പ്രസ്ഥാനം എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു മഹാരാജനെ നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ നമ്മളിപ്പോ അയാൾ വായിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ വായിക്കോ, അയാൾ അങ്ങനത്തെ സ്വഭാവത്തിലല്ല എന്ന് വിചാരിക്കേണ്ടെന്ന്
രാധാനന്ദ മഹാരാജ് എടുത്തു പറയുന്നുണ്ട്, ബുക്ക് നിങ്ങൾ കൊടുക്കുക, ബുക്ക് കൊടുത്ത് ആർക്കാണോ യോഗം അത് പ്രഭുപാദരവിടെ അയാൾ എത്തിച്ചോളും എന്നാണ് പറയുന്നത്. ഞാനൊരു പ്രാവശ്യം ബുക്ക് വാങ്ങിക്കാൻ, ഇത് എന്റെ വീട്ടിൽ ഇതുപോലെ എനിക്ക് ബുക്ക് ഉണ്ടായിരുന്നില്ല, യഥാരൂപം ബുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഹസ്ബൻഡുള്ള സമയത്തായിരുന്നു, ഞാനും ഹസ്ബൻഡ് എന്റെ മോളും കൂടി ഗുരുവായൂർ പോയപ്പോ, അപ്പൊ ഞാൻ 2015 മുതൽ ജപം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് യഥാരൂപം ബുക്ക് കയ്യിലുണ്ടായിരുന്നില്ല, ചെറിയ ബുക്കായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചി എന്നോട് പറയും, ഭൂദേവി മാതാജിനെ ഇപ്പൊ എന്നോട് പറയും, എടി വായിക്കുകയാണെങ്കിൽ യഥാരൂപം തന്നെ വായിക്കുക, കാരണം അതിനകത്ത് പ്രഭുപാദര് പറയുന്നൊക്കെ കാണും, അത് വായിച്ച് നമുക്ക് ബുക്ക് താഴെ വെക്കാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോഴും ഈ ബുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ലല്ലോ, നമ്മുടെ ഇവിടെ ഒന്നും വിൽക്കണില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോ ആണ് ഞങ്ങള് തലേദിവസം പോയി താമസിച്ച് പിറ്റേ ദിവസം ബുക്ക് പ്രസാദത്തിന് ദർശനം കഴിഞ്ഞിട്ട് പ്രസാദത്തിന് നിൽക്കുമ്പോ ഞാൻ കയ്യിൽ മാല ഉണ്ട്, എന്റെ കയ്യിൽ മാല ജപിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഇതുപോലെ ഒരു പ്രഭു, അന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പിന്നെ പ്രഭു എന്നാണ് വിളിക്കണേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ ഇസ്കോണായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ സാധനയൊക്കെ ചെയ്യുമായിരുന്നു, മാല ജപിക്കും, ഏകാദശി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇസ്കോണായിട്ട് ബന്ധമില്ലാത്ത കാരണം നമുക്ക് എന്താണ് അവരെ വിളിക്കാന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ച്, മാതാജി, അപ്പൊ എന്നെ മാതാജി എന്ന് വിളിച്ചപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്, കാരണം ഞാൻ ഇത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാതാജി മാതാജി എന്ത് ബുക്കാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചെറിയൊരു ബുക്കാണ് വായിക്കുന്നത്. അപ്പൊ ഞാൻ പ്രഭു എന്ന് പോലും അല്ല പറഞ്ഞ, സ്വാമി എന്നാ പറഞ്ഞ, കാരണം ഒരു കാവ്യവസ്ത്രമാണ് ധരിച്ചത് അങ്ങേര്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാതാജി, അപ്പൊ അങ്ങേരുടെ ഞാനിപ്പോ അത് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അങ്ങേരുടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലെ ആ ഒരു ശൈലി അത് നമ്മൾ കാണേണ്ടതാണ്, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ്, മാതാജി ബുക്ക് വായിക്കുകയാണെങ്കിൽ പ്രഭുപാദിന്റെ ബുക്ക് തന്നെ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, എനിക്ക് എന്റെ കയ്യിൽ ബുക്കില്ല പ്രഭു സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് അധികം ബുക്ക് വായിച്ച് കൊണ്ട് വീട്ടിൽ വെക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ എന്നോട്, നീ ആവശ്യമില്ലാത്ത ബുക്കൊന്നും വാങ്ങിക്കണ്ട, വെറുതെ മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം അത് കേട്ടോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം മാതാജി, ബുക്ക് വേണേ ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു. എത്ര ബുക്ക് വേണം മാതാജിക്ക്? അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രീ അല്ലേ, അപ്പൊ ഞാൻ എണ്ണാൻ തുടങ്ങി, എന്റെ ചേച്ചിമാർക്ക് അനിയത്തിമാർക്ക് എല്ലാവർക്കും എണ്ണാൻ തുടങ്ങി. എണ്ണി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 5 ബുക്ക് വേണം സ്വാമി എന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം, മാതാജി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, മാതാജി 250 രൂപ കേട്ടോ ഒരു ബുക്കിന്. അപ്പൊ ഞാൻ എന്റെ അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ സ്വാമി എനിക്ക് ഒരെണ്ണം മതി എന്ന്. അപ്പൊ അങ്ങനെ, അപ്പൊ ആ ഒരു കഴിവ്, അതായത് നമ്മൾ എടുത്ത ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ 250 രൂപ എന്ന് പറഞ്ഞ ഒരു പക്ഷെ ഞാൻ വാങ്ങിക്കില്ല. അദ്ദേഹം പറഞ്ഞു, പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, 250 രൂപ കേട്ടോ മാതാജി. അങ്ങനെയാണ് എനിക്ക് ഭഗവത്ഗീത ബുക്ക് എനിക്ക് കിട്ടിയത്. അപ്പൊ ആ പ്രീച്ചിങ്ങിന്റെ ശക്തി കൊണ്ട് അത് എങ്ങനെ രീതിയിൽ നമ്മൾ പ്രീച്ച് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ അപ്പൊ അതുപോലെ തന്നെ ഈ വൈഷ്ണവ സേവനം, പ്രഭുപാദര് പറഞ്ഞ പോലെ വൈഷ്ണവ സേവനം ചെയ്താല് നമ്മൾ തീർച്ചയായിട്ടും വൈകുണ്ഠ ലോകത്തിൽ എത്തും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് പ്രഭുപാദരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ശിഷ്യനാണ് ജയാനന്ദ പ്രഭു. എല്ലാവർക്കും അറിയായിരിക്കും ജയാനന്ദ പ്രഭു. ആദ്യമായിട്ട് രഥയാത്ര നടത്തിയതിന് രഥം റെഡിയാക്കിയതൊക്കെ ജയാനന്ദ പ്രഭു ആയിരുന്നു. അദ്ദേഹത്തിന് അസുഖം വന്ന് ക്യാൻസർ ബാധിച്ച് ചികിത്സിക്കാൻ തന്ന പൈസ എടുത്തിട്ടാണ് അദ്ദേഹം പ്രഭുപാദർക്ക് ഭഗവത്ഗീത അച്ചടിക്കാനായിട്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാല് പ്രഭുപാദർ എന്ത് പറയുന്നോ അതനുസരിച്ച് ജീവിച്ചൊരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ശരീരം വിട്ടുപോയതിനു ശേഷം പ്രഭുപാദർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ജയാനന്ദ പ്രഭു ശരീരം വിട്ടുപോയി, പക്ഷെ അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി എന്ന് ഒരു സ്പിരിച്വൽ മാസ്റ്റർ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ പറ്റി അത്രമാത്രം പ്രഭുപാദരുടെ ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രഭുപാദർ പറഞ്ഞ് ജയാനന്ദ പ്രഭു വൈകുണ്ഠത്തിലെത്തി. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം തുടങ്ങി എല്ലാവരും നമ്മുടെ ഈ മറ്റ് വൈഷ്ണവരുടെ ഡിസപ്പയൻസ് ഡേ എങ്ങനെയാണോ നമ്മൾ ബഹുമാനപൂർവ്വം ആചരിക്കണത്, അതേപോലെ തന്നെ ജയാനന്ദ പ്രഭുവിന്റെ ഡിസപ്പയറൻസ് ഡേയും നമ്മൾ ആചരിക്കണം. അപ്പൊ ഈ പ്രാവശ്യം മായാപ്പൂര് പോയപ്പോ എനിക്ക് അങ്ങനെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അവിടെ പ്രഭുപാദരുടെയും ജയാനന്ദ പ്രഭുവിന്റെയും ഇത് വിഗ്രഹം പോലെ വെച്ചിട്ടുണ്ട്, രഥയാത്ര ചെയ്യുന്നതൊക്കെ. അപ്പൊ എപ്പോഴും പോകുമ്പോൾ നമ്മൾ ഈ വൈഷ്ണവരുടെ സമാധിയിൽ പോയിട്ട് പ്രണമിക്കണം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഭക്തിയിലേക്ക് ഏറ്റവും മുന്നോട്ട് നയിക്കും പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഭക്തിയുത സേവനം. അത് തടസ്സമില്ലാത്തതും യാതൊരു കാരണവും ഇല്ലാതെ ആയിരിക്കണം നമ്മുടെ ഭക്തിയുത സേവനം. അതെങ്ങനെ ഭാഗവതത്തിൽ പറയുന്നത്, അഹൈതുകി അപ്രതീഹത, അതായത് ഒരു തടസ്സവും ഇല്ല, ഒരു കാരണവും ഇല്ലാണ്ടായിരിക്കണം നമ്മൾ ഭക്തിയുത സേവനം ചെയ്യേണ്ടത്.
അപ്പൊ അതിന് ഈ ഭക്തിയുത സേവനം കൃഷ്ണാവബോധം ഇല്ലാത്തവരേക്ക് ഭക്തിയുത സേവനം എത്തിക്കുക തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല. അപ്പൊ ഈ ചില സമയത്ത് നമ്മൾ ഭക്തിയുത സേവനം ഈ കൃഷ്ണാവബോധത്തിൽ എത്താത്തവരിലേക്ക് നമ്മൾ പറഞ്ഞ് അവരെ ഉപദേശിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് അവരുടേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചില ആനന്ദങ്ങളിലേക്ക് ഇടപഴകേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്റൻഷൻ എന്തായിരിക്കണം, അതായിരിക്കും സ്പിരിച്വൽ മാസ്റ്റർ പറയുന്ന രീതിയിലുള്ള ഇന്റൻഷനോട് കൂടി നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം. പക്ഷെ നമ്മൾ ഭൗതികമായിട്ടുള്ള അവരുടെ ആ ഒരു ആനന്ദത്തിലേക്ക് എത്തും, പക്ഷെ നമ്മുടെ മനസ്സിൽ അത് എടുക്കാൻ പാടില്ല. അതിനൊരു ഉദാഹരണം, ഒരു സംഭവ കഥ ഞാൻ പറയാം. അതായത് ഈ പ്രാവശ്യം അമ്മയുടെ കൂടെ ബോംബെയില് ഇത് ദീക്ഷ സ്വീകരിക്കാൻ പോയപ്പോ ഞാനൊരു മാതാജിയായിട്ട് പരിചയപ്പെട്ട്. അപ്പം പരിചയപ്പെട്ടപ്പോ ആ മാതാജി വളരെ സ്പിരിച്വൽ മാസ്റ്ററിന്റെ അടുത്തും പിന്നെ പ്രഭുപാദര് എന്നൊക്കെ പറഞ്ഞാല് അവരുടെ ജീവിതം തന്നെ അതാണ്. അപ്പൊ അങ്ങനെ ഈ പിന്നെ സ്പിരിച്വൽ മാസ്റ്ററിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാല് അതിലെന്താണ് സ്പിരിച്വൽ മാസ്റ്റർ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മൂഡിലാണ് അവർ പ്രവർത്തിക്കുക. അപ്പൊ അത്ര സാധനയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് ഈ നന്ദോത്സവം നമുക്കുള്ള പോലത്തെ എല്ലായിടത്തും നന്ദോത്സവം പ്രത്യേകിച്ച് ചൗപ്പാത്തിലൊക്കെ മഹാരാജൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര ഉത്സവമാണ്. അപ്പൊ അവിടെ നമുക്കറിയാം സെന്ററിൽ നമുക്ക് ഭോഗം ഉണ്ടാക്കേണ്ടി വരും, ധാരാളം സേവനങ്ങളുണ്ട്. അപ്പൊ ഈ മാതാജി തലേദിവസം തന്നെ എല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്ന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന്. അങ്ങനെ അതുപോലെ പ്രഭുപാദർക്ക് അവിടെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യും, അവരെഴുതിയിട്ട് അവിടെ വായിക്കും, അങ്ങനെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യും. അപ്പൊ സമയമായ പ്രഭു. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് ഇവർക്ക്. ഫോൺ കോൾ വന്നപ്പോ ഇവര് ഇവരോട് വിളിച്ചിട്ട് പറയാണ്, മാതാജി നാളെ എൻ്റെ മകളുടെ പിറന്നാളാണ്, അപ്പൊ മാതാജി എന്തായാലും വരണം എന്ന് പറയും. അപ്പൊ ഇവർക്ക് വളരെ വിഷമം, കാരണം ഇവിടെ നന്ദോത്സവം നമ്മുടെ കൃഷ്ണാവബോധത്തിലുള്ള ആൾക്കാരായിട്ടുള്ള സഹവാസം ഇല്ലാതാക്കിയിട്ട് എങ്ങനെയാണ് ഞാൻ ആ കൊച്ചിന്റെ പിറന്നാളിന് പോകുക എന്നുള്ളത് ഭയങ്കര വിഷമം. പക്ഷെ ഈ കുട്ടിയുടെ അമ്മ വിളിച്ചപ്പോ ഇവർക്ക് നോ പറയാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടി ഒരു മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ ഈ മാതാജിയുടെ മോളും ഈ കുട്ടിയാണ് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് ഈ മാതാജിയുടെ മോളായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അപ്പൊ നല്ലതും എന്ത് സന്തോഷം വരുമ്പോഴും ഈ കുട്ടിയുടെ കൂടെയാണ് കളിക്കുക, വലിയ വർത്താനം പറയുക. മെന്റലി റിട്ടയർഡ് ആയതുകൊണ്ട് ഈ കൊച്ചിനെ എല്ലാവരും മാറ്റി നിർത്തിയാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കൃഷ്ണാബോധമുള്ള അമ്മമാരുടെ കുട്ടികളെ അതേ രീതിയിലായിരിക്കും അമ്മമാര് വളർത്തുന്നത്. അപ്പൊ മറ്റു കുട്ടികളെ കാണുമ്പോഴും അവർ അതേ രീതിയിൽ അവരെ സ്വീകരിക്കും. ഒരു മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നോ അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് ഇവര് ആ കുട്ടിയെ സ്വീകരിക്കും. അപ്പൊ അത് ഈ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടിയുടെ അമ്മയ്ക്ക് വളരെ ആശ്വാസമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, എന്തായാലും മാതാജി എന്റെ കൊച്ചിന്റെ പിറന്നാളിന് വരാതിരിക്കരുത്, ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു ഇതാണ്, നിങ്ങൾ രണ്ടുപേരും വരണം, കാരണം എന്റെ കുട്ടിയെ നിങ്ങൾ വരുന്നെന്നുള്ളത് കാണുമ്പോഴാണ് അവർക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ മാതാജി സ്പിരിച്വൽ മാസ്റ്ററിനോടും പ്രഭുപാദരോടും അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് പറയൂ, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ എന്നെ അത് തീർച്ചയായിട്ടും എന്നെ കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അവര് പറഞ്ഞു ശരി ഞാൻ വരാമെന്ന്. അങ്ങനെ അവര് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ അവര് ഉണ്ടാക്കുന്ന ഭോഗ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ടെമ്പിളിലേക്ക് കൊടുത്തു വിട്ട്. വൈകിട്ടാണല്ലോ നന്ദോത്സവം, അപ്പൊ വൈകിട്ടാണ് ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ ഇവർക്ക് പോകാൻ പറ്റാത്തതിന്റെ ഉള്ളിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷെ അവര് ചെയ്യാനുള്ളതൊക്കെ ഭോഗം എല്ലാം ഉണ്ടാക്കി എല്ലാം കൊടുത്തു വിട്ട് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഈ കുട്ടിയുടെ പിറന്നാളിന് പോയി. അവര് വളരെ സന്തോഷിച്ച് അവിടെ ചെന്നിട്ട് ഇവർക്ക് പറയാനുള്ളത് കൃഷ്ണനെ പറ്റിയാണ്. അതൊക്കെ പറഞ്ഞ് കുറെ വർത്താനൊക്കെ പറഞ്ഞ് കുട്ടിയും സന്തോഷിച്ച് അമ്മയും സന്തോഷിച്ച് അവര് തിരിച്ചു വീട്ടിൽ വന്നു. തിരിച്ചു വന്ന് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഇവര് ഈ ലിങ്ക് ഇട്ട് നോക്കിയിട്ടാണ് ഈ പ്രോഗ്രാം ഒക്കെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവര് കരഞ്ഞാണ് ഈ പ്രോഗ്രാം കണ്ടത്. കാരണം അവിടെ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം അവർക്കുള്ളിലുണ്ട്. പക്ഷെ ആ കൊച്ചിനെയും അമ്മേനെയും സന്തോഷിപ്പിക്കാൻ പറ്റിയതിന്റെ ഒരു കൃതാർത്ഥത അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്തായാലും സ്പിരിച്വൽ മാസ്റ്ററോട് പ്രാർത്ഥിക്കണം, ഞാൻ ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എനിക്ക് കാണിച്ചു തരണം. അപ്പൊ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ ഇവർക്കൊരു ഫോൺ കോൾ വരികയാണ്. അപ്പൊ ഒരു ബ്രഹ്മചാരിയാണ് വിളിക്കുന്നത്. ഒരു ബ്രഹ്മചാരി വിളിച്ചിട്ട് പറഞ്ഞു, മാതാജി വീട്ടിലുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചാൽ ശരി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞ് ഇവര് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം ഒരു പ്രസന്റ് എടുത്ത് ഈ മാതാജിക്ക് കൊടുക്കുകയാണ്. മാതാജിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണ്,
ഇതെനിക്ക് ഈ വന്ന ബ്രഹ്മചാരി രാധാനന്ദ മഹാരാജിന്റെ പേഴ്സണൽ സെർവന്റും കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി. അപ്പൊ അദ്ദേഹത്തിന് രാധാനന്ദ മഹാരാജിന് ഒരാള് കൊടുത്ത ഒരു പ്രസന്റ് ആണത്. ആ പ്രസന്റ് രാധാനന്ദ മഹാരാജ് ഈ പേഴ്സണൽ സെർവന്റിന് കൊടുത്തു. അയാളൊരു ബ്രഹ്മചാരിയാണ്. അപ്പൊ അയാള് വിചാരിച്ച് ഞാൻ ഈ പ്രസന്റ് എന്റെ ബ്രഹ്മചാരികൾ വീട്ടിലൊന്നും അങ്ങനെ പോകൂലല്ലോ. അവിടെ തന്നെ സെന്റർ, അവിടെ ചോപ്പാത്തിലൊക്കെ ബ്രഹ്മചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് എന്റെ കയ്യിൽ വെക്കുന്നത്? ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആരായിരിക്കും ഇത് കൊടുക്കേണ്ടത് എന്നിങ്ങനെ അയാൾ ആലോചിച്ചപ്പോ ഈ മാതാജിയുടെ പേരാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അങ്ങനെ അയാൾ ആ പ്രസന്റും കൊണ്ട് ഇവിടെ വരികയാണ്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞ് ഞാൻ ഈ പ്രസന്റ് മാതാജിക്ക് തരാനാണ്. കാരണം എന്റെ വീട്ടിൽ എനിക്ക് വെക്കാനൊന്നും സൗകര്യമില്ല. പിന്നെ അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ മാതാജി തുറന്നു നോക്കിയപ്പോ എന്താണ്? പ്രഭുപാദരുടെ ഒരു വിഗ്രഹം. അപ്പൊ അവർക്ക് മനസ്സിലായി അവര് ചെയ്തത് തീർച്ചയായിട്ടും സ്പിരിച്വൽ മാസ്റ്ററിന്റെ അനുഗ്രഹത്തോടെ പ്രഭുപാദര് തന്നെയാണ് അവരുടെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നത്. അപ്പൊ ഈ ഭൗതിക സേവനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ ഇന്റൻഷൻ പ്യൂരിറ്റി ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പിരിച്വൽ മാസ്റ്ററിന്റെ അനുഗ്രഹത്തോടെയും പ്രഭുപാദരുടെ അനുഗ്രഹത്തോടെയും തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, അപ്പൊ ഈ ഇത് ഭക്തിയുത സേവനത്തിനെ പറ്റി പിന്നെ വിഭൂതി യോഗത്തില് പ്രഭുപാദര് എഴുതിയേക്കണ എന്താന്ന് വെച്ചാല്, പരമപുരുഷന്റെ ഭക്തിയുത സേവനങ്ങളില് മുഴുകിയിരിക്കുന്ന ഒരാളിൽ ഭഗവത് നിശ്ചയത്താൽ എല്ലാ സദ്ഗുണങ്ങളും സംജാതമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ഭക്തിയുത സേവനം ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് സ്പിരിച്വൽ മാസ്റ്ററിന്റെയും പ്രഭുപാദരുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രഭുപാദരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആസുരിക ലോകത്ത് എങ്ങനെ ദൈവിക ഗുണങ്ങളെ വളർത്തിയെടുക്കാം എന്നാണ്. അപ്പൊ ഏത് നായയാണ് നമ്മൾ വളർത്തുന്നത്, ആ നായയായിരിക്കും വളർന്നു വരിക. അതായത് ഡിവൈൻ ഗുണങ്ങളുള്ള, അതായത് ദൈവിക ഗുണങ്ങളുള്ള നായനെ ഊട്ടി വളർത്തിയാൽ അത് വളരും. ആസുരിക ഗുണങ്ങളുള്ള നായനെ വളർത്തണമെങ്കിൽ അതായിരിക്കും വളരുന്നത്. അപ്പൊ അത് നമ്മൾ തെരഞ്ഞെടുക്കണം. അപ്പൊ പ്രഭാതരുടെ ജീവിതത്തിൽ കൂടി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? കൃത്യമായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ജപം ചെയ്യുക, പ്രഭാതരുടെ ബുക്കുകൾ വായിക്കുക, പിന്നെ പ്രചരണം ചെയ്യുക, പിന്നെ അത് മാത്രമല്ല സത്സംഗത്തിൽ വരിക. അപ്പൊ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ് പ്രഭുപാദര്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മുടെ പ്രഭുപാദര ആജ്ഞകൾ അനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവിക ഗുണങ്ങളെ വളർത്താനായിട്ട് സാധിക്കും. അത് പറയുന്നുണ്ട്, നമ്മൾ ജന്മം കൊണ്ട് ആരും തന്നെ ദൈവിക ഗുണങ്ങൾ അല്ലെങ്കിൽ ആസുരിക ഗുണങ്ങളല്ല, നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ് ഈ ഗുണങ്ങളെല്ലാം. അപ്പൊ ഇത് സത്സംഗത്തിൽ കൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ചാൻഡിങ് ഹരേ കൃഷ്ണ, അസോസിയേറ്റിംഗ് ഡിവോട്ടീസ്, ഫോളോയിങ് ശ്രീല പ്രഭുപാദാസ് ഇൻസ്ട്രക്ഷൻ, സെർവിങ് കൃഷ്ണ വിത്ത് സിൻസിയറിറ്റി. അപ്പൊ ഈ കാര്യത്തിൽ വേറൊരു കാര്യം എന്താ വെച്ചാല്, കൃഷ്ണാബോധം നമ്മൾ തിരഞ്ഞെടുത്താല് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ദൈവിക ഗുണങ്ങൾ നായ ജയിച്ചു എന്ന്. അപ്പൊ ഇന്നത്തെ ഈ ശ്ലോകത്തിന് ഒരു ക്യാപ്ഷൻ പറയണമെന്ന് വെച്ചാല്, ഫീഡ് ദ ഡിവൈൻ ഡോ, ചൂസ് കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 4 പേരുടെ മുമ്പിലിരുന്ന് പറയുന്നത്. കാരണം ഞാൻ റിട്ടയർമെന്റ് സമയത്ത് ഞാൻ എല്ലാവരും റിട്ടയർമെന്റ് ആയ ആളുകളെ പുകഴ്ത്തിയൊക്കെ പറയും. എന്നിട്ട് അവസാനം അയാൾ തിരിച്ചൊരു നന്ദി പറയല് ചടങ്ങുണ്ടല്ലോ. അപ്പൊ ഈ നന്ദി പറയൽ ചടങ്ങിന് മുമ്പ് 1 മാസം മുന്നേ ഞാനൊരു ബുക്ക് വാങ്ങിച്ച്, അതായത് എനിക്ക് പ്രസംഗിക്കാനെന്ന് അറിഞ്ഞൂടാ, എനിക്ക് വാക്കുകൾ പറയാനേ അറിയില്ല. അപ്പൊ ഞാനൊരു കാർലോസോ എന്തോ പറഞ്ഞൊരു ബുക്ക്, ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിച്ച് അതിലെങ്ങനെ പ്രസംഗിക്കാം എന്ന് പറഞ്ഞു കുറെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് വായിച്ച് 2-3 മാസത്തേക്ക് വായിച്ചിട്ടൊന്നും എനിക്കൊരു പിടി കിട്ടല്ല. അവസാനം ഞാൻ ഓരോരുത്തരുടെ എഴുതി വെച്ച്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആൾക്ക് നന്ദി പറയലാണ്ടോ. അപ്പൊ ഇതൊക്കെ എഴുതി വെച്ച് എന്റെ കടലാസിൽ ചുരുട്ടിക്കൊണ്ട് അവിടെ പോയിരുന്ന് ആ സമയത്ത് എന്നെ പറ്റിയൊക്കെ കുറെയൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് നന്ദി പറഞ്ഞ സമയത്ത് ഞാൻ ഈ കടലാസൊക്കെ എടുത്ത് വായിച്ച് 2 സെന്റൻസ് വായിച്ചപ്പോഴത്തേക്ക് എന്റെ ഗ്യാസ് പോയി. അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ആ ഒരു ബുക്ക് വായിക്കുന്നതിന് പകരം ഈ ഭഗവത്ഗീത വായിച്ചിരുന്നെങ്കിൽ എനിക്ക് 4 വാക്കുകളെങ്കിലും പറയാൻ ഭാഗ്യം തന്നത് പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ടാണെന്ന്. തീർച്ചയായിട്ടും പ്രഭുപാദരെ നമിക്കുകയാണ്. പിന്നെ
ഞാൻ എനിക്ക് പ്രസാദ് പ്രഭു ആദ്യം എനിക്ക് 16:8 ശ്ലോകം തന്നത്. പിന്നെ എന്നോട് പറഞ്ഞു 16:6 എടുത്താൽ മതി എന്ന്. അപ്പൊ ഞാൻ വെച്ചത് ഈ സ്പിരിച്വൽ മാസ്റ്ററിന്റെ ദയ കൊണ്ടായിരിക്കാം. കാരണം എനിക്ക് എപ്പോഴും ഈ ഗുരുക്കന്മാരുടെ വായിക്കാനും കേൾക്കാനും ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്കൊരു ഈ അവസരം തന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് സോൾട്ട് ആൻഡ് ബ്രെഡ് എന്ന് പറഞ്ഞൊരു ബുക്കും പിന്നെ മെനി മുൻസ് ഈ 2 ബുക്കുകളും വായിക്കണം. കാരണം നമ്മളെ ഗുരുക്കന്മാരെ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് അവരുടെ സാധനകൾ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ 2 ബുക്കുകൾ നമ്മൾ ഇസ്കോണിൽ വന്നാൽ നമ്മുടെ മരണത്തിന് മുന്നേ നമ്മളിത് വായിച്ചിരിക്കണം. അത്രമാത്രം നല്ല ബുക്കുകളാണ്. ഈ മെനി മുൻസിലെ എല്ലാവരെ പറ്റിയും ചൗപ്പാത്തി ടെമ്പിളിൽ അവിടെ ഒരു വലിയൊരു പോസ്റ്റർ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് വന്നപ്പോഴാണ് മെനി മുൻസിലെ തമാൽ കൃഷ്ണ ഗോസ്വാമി, പിന്നെ കീർത്തിദ മാതാജി, പിന്നെ അങ്ങനെ എന്താണ് ശ്രീധർ സ്വാമി, പിന്നെ ഗൗര ഗോവിന്ദ മഹാരാജ്, അങ്ങനെ കുറെ പേരുടെ ജീവിത കഥകളും അവരെ എങ്ങനെയാണ് ഈ സാധനയെ കൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ പറ്റി. അപ്പൊ ഇതൊക്കെ വായിക്കാനും പിന്നെ പ്രഭാഷണങ്ങൾ കേൾക്കാനും നമ്മൾ ശ്രമിക്കുക. പിന്നെ ഞാൻ നന്ദി പറയണത് അമ്മയുടെ അടുത്താണ്. കാരണം ഞാൻ പ്രസാദ് പ്രഭു എന്നോട് പറഞ്ഞപ്പോ ശ്ലോകം മാറ്റി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിനി ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും നോക്കാം എന്ന്. അങ്ങനെ കഴിഞ്ഞിട്ട് 2 ദിവസം മുന്നേ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പ്രഭുപാദർക്ക് വേണ്ടി സേവ ചെയ്യുന്ന മനസ്സിൽ വിചാരിച്ചിട്ട് നീ പോയി പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ എന്റെ ചേച്ചിമാരെല്ലാവരും എന്നെ എംപവർ ചെയ്ത്. കാരണം ഇത് കൃഷ്ണന് വേണ്ടിയിട്ടുള്ള ഒരു സേവനമാണ്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രഭുപാദർക്കും ഗുരുമഹാരാജനും പിന്നെ രാധാനാഥ മഹാരാജിന്റെ ഗോഡ് ബ്രദേഴ്സിനും എല്ലാവരും കൂടി ആയിട്ടിട്ടാണ് പറയുന്നത് വിചാരിച്ച് എന്നെ അനുഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്യാവശ്യം വളരെ ഭംഗിയായിട്ട് നടത്തി, വളരെ നന്നായിരുന്നു പറഞ്ഞു. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയമാക്കി. ഒരു അസുഖങ്ങളുള്ളവർക്ക് നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് അത് തന്നെ അത് അറിയാതെ അതിന്റെ തന്നെ ഞാൻ പറയുന്നത് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മളത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ശരി. ഒരു ഭയങ്കര ഡിഫിക്കൽട്ട്. അതെ, അത് സത്സംഗത്തിൽ വരിക അല്ലെങ്കിൽ നല്ല ആളുകളുടെ ആയിട്ടുള്ള സംസർഗം വന്നാലേ പ്രഭു അവരെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സംസർഗത്തിൽ വരാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സീനിയർ ഡിവോട്ടീസിനോട് ചോദിച്ചാൽ അറിയാം, നരോത്തം പ്രഭുവിനെ അറിയായിരിക്കും. ദുര്യോധനന്റെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞില്ലേ പ്രഭു, അത് തന്നെ. അയ്യോ, അതെ, പ്രഭുവാണ് ചോദിച്ചത്. ആൾക്കാര് അവര് പറയുന്നത് തെറ്റാണ്, പക്ഷെ അവർക്ക് പറയും ഞാൻ പറയുന്നത് ശരി, നിങ്ങളെന്താ പറയുന്നതെന്നുള്ള ആ തോട്ട് പ്രോസസ് നമുക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തിന് ഞാൻ പറയാം, സ്വർഗന്മാരെന്ന് പറയാമോ എന്റെ ആശ്രയം പ്രവർത്തിയിരിക്കുന്നത്. അത് ശരിക്കും അത് അങ്ങനെയാണ്. ഒന്നായിരിക്കും ഈ അസുര സ്വഭാവമുള്ളവരത് മാറില്ല. അവര് മാറുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആരെങ്കിലും സത്സംഗം പ്രശ്നമായിട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ വന്നാൽ അതിലേക്ക് മാറ്റം ഉണ്ടാവും. നമ്മൾ പറഞ്ഞാലും ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരായിട്ട് സംസാരിക്കും, ഒരിക്കലും അവരെ തോൽപ്പിച്ച് നമ്മൾ ജയിക്കാൻ നോക്കണം. അതാണ് പ്രഭു അതിന് ചെയ്തത്. ജയിക്കാൻ വേണ്ടി നമ്മൾ പലതും നമ്മൾ പറഞ്ഞ സത്യമാണ്, പക്ഷെ അവരെ തോൽപ്പിച്ച് നമുക്ക് ജയിക്കാൻ വേണ്ട. കാരണം ചെയ്യാൻ അവർ തോൽക്കുന്നതോടും നമ്മളോട് എതിർക്കും, നമ്മളോട് കൂടുതൽ എതിർക്കാൻ. അതെ, അതാണ് പ്രഭുപാദരവിടെ ചെന്നപ്പോഴും. ഒരിക്കലും അതെ അതെ ഞാൻ നമ്മൾ പറയണമെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് വരികയില്ല, അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് നമ്മളുടെ ചാൻസ് നഷ്ടപ്പെടും. ഒരാളുടെ ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്താനുള്ള അവസരം നമ്മൾ എന്ന് നഷ്ടപ്പെടുത്തുക. അതാണ് നമുക്ക് ചെയ്യാറുള്ളത്. മനസ്സിലായും വിചാരിക്കുന്നു. ശരിയല്ല എന്ന് പറയുന്നത്
ശരിയാണ്. ഈ വേറൊരു അതിന്റെ എല്ലാ പ്രഭു ഗുരുവിന്റെ അനുഗ്രഹം. പിന്നെ ആശ്ചര്യ ഗുണങ്ങളുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മളത് പല ആൾക്കാരില് നമ്മുടെ സംസർഗവും വളർന്നു വരുന്ന സാഹചര്യവും അതെല്ലാം അനുസരിച്ച് അത് കയറി ഉറങ്ങിയിരിക്കും. ഒരാളെ തന്നെ നല്ലതും ചീറ്റാവുന്ന പക്ഷെ അതൊരു സന്ദർഭം വരുമ്പോൾ അത് പ്രകടമാവുന്നു, ചിലത് പ്രകടമാവുന്നില്ല ആവുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ മാറി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് തന്നെ മാറുന്നത് എങ്ങനെയാണ്, നമ്മൾ അതുമായിട്ടുള്ള അസോസിയേഷൻ. അതെ, സത്സംഗം. സ്കൂളിൽ ഇറങ്ങിയപ്പോൾ നല്ല ഒരു കുട്ടികൾ ചില കുട്ടികള് അക്ഷര സ്വഭാവങ്ങളിൽ നമുക്ക് കാണാം, അറിയാം. ചില കുട്ടികള് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവര് അക്ഷരത്തിന് മെന്റാലിറ്റി മൊത്തം ദുര്യോധന ഇല്ല. അതാ ദുര്യോധനന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ ദുര്യോധനെ ചെറുതിനെ മുതലേ ആക്കിയില്ല. പിതാവും അതെ, ധൃതരാഷ്ട്രയുടെ സംയോഗത്തില്. അതെ, അനുവദിച്ചിട്ടില്ല. അങ്ങനെ അതുപോലെ നമ്മളിപ്പോ ഓരോ കുടുംബത്തിലും നമ്മള് കൃഷ്ണാവബോധം അതാണ്. അതെ, അതെ, സത്യം. ഓരോ കുടുംബത്തിലും അതുണ്ടാവും. വേണം. എന്റെ കുട്ടിക്കാലത്ത് സംഗീതം കാണുന്നില്ല. ഇല്ല, ഇല്ല. പിന്നെ വളർന്നു വരുന്നതും നമ്മളെ സംഗീത വർക്കൗട്ടിലെ നാമത്തിൽ പോകും, നമ്മുടെ ടിവിയിലേക്ക് മാറും. ഇപ്പൊ അത് കുട്ടികളുടെ മൊബൈലിലേക്ക് മാറും. അപ്പൊ നമ്മള് പല പല പഠിച്ച കാര്യങ്ങളൊക്കെ ഈ സത്യാനാമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ടീച്ചിങ്ങിന് പുസ്തകം കൊടുക്കാൻ പോവുകയാണെങ്കിൽ പോലും അതെ, നമ്മുടെ കുട്ടികളെ അങ്ങനെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ വരുന്ന അതെ, അതെ, തീർച്ചയായിട്ടും. 7ലും 8ലും 9ലും പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ പേപ്പറിൽ വായിച്ച അതിന് വേണ്ടി വാശി പിടിക്കുന്നത്. എന്തിനാ ആത്മഹത്യയെ കുറിച്ച് എനിക്കറിയാൻ പറ്റുള്ളൂ. ആത്മഹത്യക്ക് പോകുന്നതൊക്കെയാണ്. അപ്പൊ അതിനു വേണ്ടി എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു. കാരണം ലാഭേറ്റങ്ങളായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷെ മാതാജി നമ്മളിപ്പോ എങ്കിൽ പോലും നമ്മൾ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ നമ്മള് ഇത് ആൾക്കാരിലേക്ക് ഓരോ നമ്മൾ പുസ്തകം കൊടുക്കുന്നതോടൊപ്പം പുസ്തകം ആൾക്കാരിലേക്ക് എത്തി പോകുന്നതാണ്. പക്ഷേ നമ്മള് ഭഗവാനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, കുട്ടികളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം. കുട്ടികൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം. ഇവൻ മാതാപിതാക്കളെ പുസ്തകം ഉപരി അവർക്ക് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യം. അതെല്ലാം കൊണ്ടുവരുന്ന കൊണ്ടുവന്നിങ്ങനെ കാത്തലിക് മെന്റാലിറ്റി പോയിക്കൊണ്ടിരിക്കും. അതിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ പഠിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മള് എടുത്ത് തോൽപ്പിച്ചല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബത്തിലും അത് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങള് നാട്ടായിട്ട് പോകും, നമ്മുടെ സമൂഹം നാട്ടായിട്ട് പോകും. ഒരു നല്ല പാർട്ടിയോ ഒരു നല്ല അമ്മയ്ക്കാവുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് പ്രഭാതം അറിയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച് കുട്ടികളിലേക്ക് അത് കൊണ്ടുവരും. കുഞ്ഞിന് മൊബൈൽ കൊടുത്താൽ അതോടെ പഠിച്ചോളൂ. നമ്മുടെ വേറെ ചിലപ്പോൾ അമ്മയും അച്ഛനും വേറെ മൊബൈൽ കൊടുക്കും. പക്ഷെ ആ സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മൾ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞിട്ടിരിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ടാവും. അതൊക്കെ വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. മാതാജി, അത് ഇപ്പൊ താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ ഗീതാ ക്ലാസ് നമ്മൾ വീടുകളിൽ വെച്ച് നടത്തുമ്പോഴും ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പോൾ 30 പിള്ളേരുണ്ടായിരുന്നാണ്. ഇപ്പൊ 9 പിള്ളേരായി. കാരണം ഈ അമ്മമാരോട് പോയി ചോദിക്കുമ്പോഴും അവർക്ക് സമയമില്ല. അപ്പൊ ഞങ്ങൾ പറയും, ഞങ്ങൾ പോയി കൊണ്ടുവരാം, ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരാം, ഞങ്ങൾ പോയി തിരിച്ചു കൊണ്ടുവരാം. ഇപ്പൊ ഈ സമ്മർ ക്യാമ്പിന് തന്നെ വിടാൻ താല്പര്യമില്ല. ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ഒരു 9 പേര് 5-8 പേര് സമ്മതിച്ചിട്ടുണ്ട്. സത്യത്തില് രുക്മിണി മാതാജി ചെയ്യുന്ന സേവനം വളരെയധികമാണ്. കാരണം ഈ ഓരോ വീടുകളും നമ്മളിപ്പോ പോയിട്ടാണ് വഴി കൂടി പോകുമ്പോൾ കുട്ടികൾ കുറി തൊട്ടതുണ്ടെങ്കിൽ ഉടനെ ചോദിക്കും, നിങ്ങൾ എത്ര വയസ്സായി കുട്ടിക്ക്, ഞങ്ങൾ ഗീതാ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, വിടാൻ താല്പര്യമുണ്ടോ? അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ 30 പിള്ളേരെ ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ പിള്ളേർ വരാനില്ല. കാരണം അവർക്ക് അവരുടെ അമ്മമാർക്ക് സമയമില്ല, വിടാനായിട്ട് താല്പര്യവും ഇല്ല.
അങ്ങനെ കുറച്ച് പേര് ഇപ്പൊ 9 പിള്ളേരാണ് ആകെ ഉള്ളത്. പക്ഷെ അവർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യണം. അപ്പൊ രുക്മിണി മാതാജിയുടെ സേവനത്തിന് വളരെ നന്ദിയാണ് പറയുന്നത് എപ്പോഴും. എല്ലാവരും അത് വേണ്ട വിധത്തിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞു വളരെ ശരിയാണ്. ന്യൂസിലും പേപ്പറിലും അതിന്റെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഡ്രഗ്സും സൂയിസൈഡും കില്ലിങ്ങും എല്ലാം